ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള Thai ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബാസിൽ ലീവ്സ് ആഡ് ചെയ്തിട്ട് നല്ലോണം സ്പൈസി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിതിൽ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇതുപോലെ തിൻ സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഫിഷ് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഞാൻ ഫിഷ് സോസ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ചിക്കൻ മാരിനേഷനാണ്. ഇതിന് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഫിഷ് സോസിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പ് തൽക്കാലം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി അത്യാവശ്യം നല്ല എരിവുള്ള ചില്ലി എടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു 7-8 ചില്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇടിച്ചെടുക്കാം. ചില്ലി ആദ്യം ഞാൻ ഇടിയങ്കല്ലിലേക്ക് ഇട്ടു. അതിൻ്റെ അകത്തേക്ക് ഈ ഗാർലിക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഞാൻ 1.5 ഗാർലിക്കിൻ്റെ ക്ലോവ്സ് മൊത്തം ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6-8 ചില്ലിയും 1.5 ഗാർലിക്കിൻ്റെ ക്ലോവ്സും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു പൊടിക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് സീ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഒരുപാട് അരച്ചൊന്നും എടുക്കണ്ട, ഒന്ന് ഒരു ഇടിച്ച് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയായി. ഇനി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എഗ്ഗ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ഡീപ്പ് ഫ്രൈ എഗ്ഗ് ഉണ്ടാക്കാം നമുക്ക്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ എഗ്ഗ് ആയപ്പോൾ നമ്മളിത് മറിച്ചെടുത്തില്ല. നമ്മൾ എണ്ണ കുറച്ച് കോരി ഇതിൻ്റെ മുകളിൽ സ്പ്ലാഷ് ചെയ്താൽ മതി കേട്ടോ. എഗ്ഗ് ഇതുപോലെ മീഡിയം ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ഞാനിപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ബൗളിലേക്ക് ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ഫിഷ് സോസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, അതേപോലെ നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറമേ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും സാധനം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ തിക്കായിട്ടുള്ള പഞ്ചി ആയിട്ടുള്ള സോസാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാസിൽ ലീവ്സ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ബാസിൽ ലീവ്സ് ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ നമ്മുടെ താഴെ വെസ്റ്റോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതുപോലെ ഹേർബ്സിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബാസിൽ ലീവ്സ് മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ഒരു ബൗള്, അതായത് ഒരു പിടിക്കുള്ള ബാസിൽ ലീവ്സ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പുറത്തേക്ക് നമ്മൾ 3/4 വൈറ്റ് അനിയൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുട്ട ഫ്രൈഡ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, ആ എണ്ണയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എണ്ണ അധികം വേസ്റ്റും ആവില്ല. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ ഫ്രൈഡ് റൈസിന് കിട്ടുമല്ലോ. ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച റൈസാണ്. റൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്മിൻ റൈസ് ഉപയോഗിക്കാം. കാരണം Thai ഒത്തൻറ്റിക് റെസിപ്പിയിലൊക്കെ അവർ ജാസ്മിൻ റൈസൊക്കെ ആയിരിക്കും മിക്കവാറും ഉപയോഗിക്കുക. പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ ജാസ്മിൻ റൈസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ ബസ്മതി റൈസ് ആയിരിക്കും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത്രയും മതി. നമ്മളിത് ഒത്തിരി വഴറ്റാൻ പാടില്ല.
കുറച്ച് ക്രഞ്ച് വേണം. ഇനി നമ്മളിത് സൈഡിലേക്ക് നീക്കി വയ്ക്കാം. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ ചിക്കൻ ഈ ചീനച്ചട്ടിയിൽ മുട്ടിക്കിടക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുത്തു ഞാൻ. ഇനി അതിൻ്റെ നടുക്കേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് സെപ്പറേറ്റ് ആക്കി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ പീസും നല്ലോണം ഒന്ന് ചീനച്ചട്ടിയിൽ മുട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ പലതരം സോസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണ്ടവാനും ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഒത്തിരി ഉപ്പായി പോവും. കാരണം ഓയിസ്റ്റർ സോസ്, ഫിഷ് സോസ്, പിന്നെ സോയ സോസ്, ഇതിലൊക്കെ കണ്ടവാനും ഉപ്പല്ലേ. അപ്പം നമ്മൾ പിന്നെ അതിൻ്റേതായിട്ട് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ തീ ഫുൾ സ്വിങ്ങിൽ ഇട്ടിരിക്കുവാണേ. നല്ല ചൂടിലാണ് നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. ഞാനിതൊരു 3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചു, ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒതൻറ്റിക് റെസിപ്പിയിൽ അവരിങ്ങനെ അടയ്ക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ച് ചിക്കൻ വെന്ത് കിട്ടേണ്ടതുകൊണ്ട് ഞാൻ അതുപോലെ വെറും 3 മിനിറ്റ് അടച്ചു വെച്ചു. നമുക്കിനി ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ നിറം മാറി, ചിക്കൻ വെന്തു. നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാനിത് 1 കപ്പ് അരിയിട്ട് ഉണ്ടാക്കിയ റൈസാണ്. തലേദിവസത്തെ റൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്വാദാ ഫ്രൈഡ് റൈസിന്. നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഞാൻ തലേദിവസം ഉണ്ടാക്കി ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. നമുക്കിതുപോലെ ബാക്കി വരുന്ന, അതായത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചോറിട്ടിട്ട് ബാക്കി വരുന്ന റൈസ് ആണെങ്കിലും നമുക്കിതുപോലെ അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഒന്ന് കുറച്ച് വെച്ചു. എല്ലാ ചോറിലും സോസ് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു പിടി ബീൻ സ്പ്രൗട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് മാർക്കറ്റിൽ ഇതുപോലെ കിട്ടും. വളരെ ക്രഞ്ചി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഏഷ്യൻ ക്വിസീൻസിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാസിൽ ലീവ്സ്, ഇത് നമ്മൾ ഒരു പിടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാസിൽ ലീവ്സ് പിന്നെ നമ്മൾ കണ്ടവാനും കുക്ക് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു ഖൗപ്പേഡ് എന്ന് പറഞ്ഞൊരു ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ബാസിൽ ലീവ്സ് ഇട്ട ഉടനെ അടുപ്പ് ഓഫ് ചെയ്തു, കാരണം അതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വലിയ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ ഇതിന് മുന്നേ ഖൗപ്പേഡ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പണ്ടാണ് അന്ന് ഇട്ട ഒരു റെസിപ്പി ഉണ്ട്. ഇതുപോലത്തെ ഒരു തായ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണത്. അത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അത്യാവശ്യം നല്ല എരിവ്, നല്ല, കാരണം നമ്മൾ എന്തോരം ചില്ലീസൊക്കെ ഇതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല എരിവായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് കഴിക്കണമെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്തു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച നമ്മുടെ ഡീപ്പ് ഫ്രൈഡ് എഗ്ഗും കൂടെ സെർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ സൈഡിൽ ഒരു നാരങ്ങയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇതിൽ പിഴിഞ്ഞൊഴിച്ചാണ് കഴിക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് റണ്ണി ആയിട്ടുള്ള എഗ്ഗ് എടുത്തിട്ട് നാരങ്ങ ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ റണ്ണി ആയിട്ടുള്ള എഗ്ഗ് എടുത്തിട്ട് അതും കുറച്ച് റൈസായിട്ടാണ് നമ്മൾ കഴിക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ സെലക്ട് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.
പിന്നെ ഇഷ്ടമുള്ള വീഡിയോസിൽ കമൻറ്റ് ചെയ്യാം.